മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബഡ്ജറ്റാണിത്. 1999 ശേഷം ആദ്യമായാണ് ഞായറാഴ്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. തുടർച്ചയായി 9ാം തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ചരിത്രത്തിൽ ഇടം നേടുകയാണ് നിർമ്മല സീതാരാമൻ. രാവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട ശേഷം ധനമന്ത്രി പാർലമെന്റിൽ എത്തുകയായിരുന്നു. ബഡ്ജറ്റ് ദിനത്തിൽ കാഞ്ചീപുരം സിൽക്ക് സാരി ഉടുത്താണ് നിർമ്മല സീതാരാമൻ എത്തിയത്. തമിഴ്നാടിന്റെ പഴയ നെയ്ത്ത് പാരമ്പര്യത്തെ ആദരിക്കുന്നതാണ് ഇത്. പർപ്പിൾ കളർ കട്ടം കാഞ്ചീപുരം സാരിയാണ് ധനമന്ത്രി ധരിച്ചത്. സ്വർണ്ണ നിറത്തിലുള്ള ചെക്കുകളും കോഫി ബ്രൗൺ കസവുള്ള സാരിയുമാണ് ഇത്. ജന്മനാടായ തമിഴ്നാടിനോടുള്ള സ്നേഹവും നിർമ്മല ഇതിലൂടെ കാണിക്കുന്നുണ്ട്. ഇതിനു മുൻപ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ 8 ബഡ്ജറ്റും വിവിധ ഇന്ത്യൻ കൈത്തറി സാരികളും ഉടുത്താണ് അവതരിപ്പിച്ചത്. 2025 മത്സ്യം തീം എംബ്രോയിഡറും ഗോൾഡൻ ബോർഡറുമുള്ള ഓഫ് വൈറ്റ് ഹാൻഡ്ലൂം സിൽക്ക് സാരി ധരിച്ചാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാനായി മന്ത്രി എത്തിയത്. മധുബനി കലയ്ക്കുള്ള ആദരസൂചകമായാണ് നിർമ്മല സീതാരാമൻ സാരി തിരഞ്ഞെടുത്തത്. പത്മശ്രീ പുരസ്കാര ജേതാവും ചിത്രകാരിയുമായ ദുലരി ദേവിയാണ് സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബീഹാറിലെ മിഥിലയിൽ നിലനിൽക്കുന്ന ഒരു പരമ്പരാഗത നാടൻ ചിത്രകലയാണ് മധുബനി. നിറങ്ങൾ കൊണ്ടും പ്രതീകാത്മകത രൂപങ്ങൾ കൊണ്ടും അറിയപ്പെടുന്ന കലയാണിത്. പ്രമുഖ ചിത്രകാരിയായ കർപ്പൂരദേവിയിൽ നിന്നാണ് ദുലരി ദേവി ഈ കലാരീതി തെരഞ്ഞെടുത്തത്. ദുലരിയുടെ ജീവിതം സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു. തന്റെ ചിത്രങ്ങളിലൂടെ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായ ആശയം പകരാൻ അവർക്ക് സാധിച്ചു. ബാല്യവിവാഹം, എയ്ഡ്സ്, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് ദുലരി ദേവി ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. തന്റെ 10,000-ലധികം ചിത്രങ്ങൾ 50-ലധികം എക്സിബിഷനുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 2024 ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ ആന്ധ്രാപ്രദേശിൽ തയ്യാറാക്കിയ മംഗൽഗിരി സാരി ധരിച്ചാണ് എത്തിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ധനമന്ത്രി ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധരിച്ച നീലസാരിയും ശ്രദ്ധേയമായിരുന്നു. അതിൽ പശ്ചിമ ബംഗാളിലെ പ്രശസ്തമായ കാന്ത സ്റ്റിച്ചും ചേർന്നിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ മത്സ്യബന്ധന മേഖലയുടെ സമ്പദ് വ്യവസ്ഥയും ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള സർക്കാരിന്റെ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ശ്രമത്തിന്റെ സൂചനയാണ്. 2019 തന്റെ ആദ്യ ബഡ്ജറ്റ് അവതരണത്തിൽ ദശകങ്ങളായി ഉപയോഗിച്ചിരുന്ന ലെതർ ബ്രീഫ് കേസിന് പകരം ചുവന്ന തുണിയിൽ പൊതിഞ്ഞ പരമ്പരാഗത ബാഹിക്കാട്ടയിലേക്ക് അവർ ബഡ്ജറ്റ് രേഖകൾ കൊണ്ടുപോകാൻ മാറ്റിയിരുന്നു. കഴിഞ്ഞ 4 വർഷങ്ങളിലേതുപോലെ ഈ വർഷത്തെ ബഡ്ജറ്റും പേപ്പർലെസ് രൂപത്തിലായിരിക്കും. 2026 സാമ്പത്തിക വർഷത്തിൽ GDP-യുടെ 4.5% താഴെ കമ്മിയിൽ ധനക്കമ്മി ചുരുക്കങ്ങൾ കൈവരിച്ചതോടെ 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ കടം GDP കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശത്തിനായി വിപണികൾ ഉറ്റുനോക്കും. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു നിർദ്ദിഷ്ട ധനക്കമ്മി തുക സർക്കാർ നൽകുമോ എന്നും വിപണികൾ കാത്തിരിക്കുന്നുവെന്നുമാണ് റിപ്പോർട്ട്. ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള സർക്കാരിന്റെ ആസൂത്രിത മൂലധന നിക്ഷേപം 11.2 ലക്ഷം കോടി രൂപയാണ്. സ്വകാര്യ മേഖല ജാഗ്രതയോടെ തുടരുന്നതിനാൽ നിലവിലെ നിലയിൽ നിന്ന് മൂലധന നിക്ഷേപ ലക്ഷ്യത്തിൽ 10 മുതൽ 15% വർധനവോടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് മൂലധന നിക്ഷേപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സർക്കാർ നിലനിർത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിലെ നാമമാത്രമായ GDP വളർച്ച പ്രൊജക്ഷനുകൾ ഭാവിയിലെ പണപ്പെരുപ്പ ട്രാക്ചറിയെക്കുറിച്ച് ഒരാശയം നൽകും. വിവിധ കണക്കുകൾ അനുസരിച്ച് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് 10.5-നും 11%-നും ഇടയിൽ നാമമാത്രമായ GDP സർക്കാർ പ്രഖ്യാപിച്ചേക്കാമെന്നും സൂചനയുണ്ട്. റാംജി പോലുള്ള പ്രധാന പദ്ധതികളിലെ ചെലവുകളിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രധാന മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇന്ത്യയിലെയും വിദേശത്തെയും സാമ്പത്തിക വിദഗ്ധർ സസൂക്ഷ്മം വിലയിരുത്തുന്ന ഒരു ഇവന്റാണ് കേന്ദ്ര ബഡ്ജറ്റ്. ആഗോളതലത്തിൽ വ്യാപാരം, യുദ്ധമടക്കമുള്ള അനിശ്ചിതത്വങ്ങളും വിവിധ മേഖലകളിൽ മാന്ദ്യവും അനുഭവപ്പെട്ടപ്പോഴും ഇന്ത്യ സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിയത് ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതിനാൽ തന്നെ ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിന് വലിയ പ്രാധാന്യമാണുള്ളത്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന നേട്ടവും നിർമ്മലയ്ക്കുണ്ട്. കൂടാതെ മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി അവതരിപ്പിച്ച 10 ബജറ്റുകളുടെ റെക്കോർഡിന് തൊട്ടടുത്തും നിർമ്മലയെത്തുന്നു. ഏറ്റവും കൂടുതൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചവരുടെ പട്ടികയിൽ P. ചിദംബരത്തിനൊപ്പം 2ാം സ്ഥാനത്ത് നിർമ്മലയെത്തും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.